നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ മോളെ? ചെറിയ കുട്ടിയായതുകൊണ്ട് എല്ലാ ചെക്കപ്പുകളും വിസ്തരിച്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതാ ഇത്രയും സമയം എടുത്തത്. ഇന്നേതായാലും ഡിസ്ചാർജ് ആവില്ല, ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞത്. മോളെ കാണണമെങ്കിൽ രാവിലെ കണ്ടാ മതി ചേച്ചി. മഹിമേ, മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവള് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുട്ടിയാ. പറയൂ സർ. എവിഡൻസ് എല്ലാം കൃത്യമായിട്ട് ശേഖരിക്കണം. അതുപോലെ തന്നെ പ്രീതിയുടെ മൊഴിയും രേഖപ്പെടുത്തണം. അഭിയുമായിട്ടുള്ള സ്ട്രഗിളിൽ പ്രീതിയുടെ നെറ്റി ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട് മാഡം. പ്രീതിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മാഡം. ശരി. എന്താ ചേച്ചി? അരവിന്ദാക്ഷൻ സാറായിരുന്നു. അവിടെ പ്രൊസീജിയറെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അഭിയായിട്ടുള്ള സ്ട്രഗിളിൽ പ്രീതിയുടെ നെറ്റി ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോഴത്തെ അവസ്ഥയിൽ പ്രീതിയെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പ്രീതിക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് കേട്ടപ്പോ തന്നെ ഗിരിയേട്ടന് ടെൻഷൻ ആയല്ലോ. നീ ആവശ്യമില്ലാത്ത അർത്ഥങ്ങളൊന്നും എടുക്കാൻ നിൽക്കണ്ട. പ്രീതി അമ്മുവിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അഭിയെ കൊന്നത്. അതിനവളെ ശിക്ഷിക്കുന്നത് ശരിയാണോ? അബിയെ കൊലക്കുറ്റത്തിന് അറസ്റ്റിലായി കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ ഒരു കുറ്റവാളിയാ. ആണുങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അംഗങ്ങളെ കൊല്ലാൻ നോക്കി അവനെ സ്വയരക്ഷയ്ക്ക് വേണ്ടി കൊന്നതിന് പ്രീതിയെ കുറ്റക്കാരിയാക്കാനൊന്നും പറ്റില്ല. മഹിമേ, ഒരു കോടതി അവളെ ശിക്ഷിക്കില്ല. അത് ന്യായം. പ്രീതിയ അങ്ങോട്ട് മാറി ഇന്ന് സംസാരിച്ചു. കൊറേ സംസാരിക്കാനുണ്ടാവും. താൻ എന്തിനാ അവനെങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഞാൻ ചെയ്യുന്നതിലെ തെറ്റ് മാത്രമേ വക്കീലിന് കാണാൻ കഴിയുന്നുള്ളൂ അല്ലേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ പ്രീതിയുടെ പേര് ചേച്ചിയുടെ മുൻപിൽ വെച്ച് ഗിരിയേട്ടന് എങ്ങനെയാ പറയാൻ സാധിക്കുന്നേ? ഞാൻ അമ്മയെ ആ മുറിയിൽ നിന്ന് മാറ്റി എന്റെ മുറിയിലേക്ക് കിടത്തിയിട്ടുണ്ട്. അവിടെ പോലീസുകാരും ബഹളമൊക്കെ ആയിരുന്നു. മാത്രമല്ല, ഒരു മരണം നടന്ന മുറിയല്ലേ. ഈ അവസ്ഥയിൽ അമ്മ അവിടെ കിടത്തണ്ടെന്ന് തോന്നി. അത് നന്നായി. പ്രീതിക്ക് പരിക്ക് പറ്റിയിരുന്നല്ലോ. തിരക്കിനിടയില് ഞാനത് വിട്ടുപോയി. സോറി. അത് സാരമില്ല, ചെറിയ മുറിവായിരുന്നു. ഞാൻ ബാൻഡേജ് ഒട്ടിച്ചു. അല്ല, മൂക്കിപ്പ് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മയക്കത്തില്ല. രാവിലെ കാണാൻ പറ്റൂ. പ്രീതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എനിക്കെന്റെ മഞ്ജുവിനെ മോളെ നഷ്ടപ്പെട്ടേനെ. ഇതിനെ ഞാൻ എങ്ങനെ നന്ദി പറയുമെന്ന് എനിക്കറിയില്ല. എന്താ ഗിരിയേട്ടാ ഇത്? നമ്മൾ തമ്മിൽ ഇത്രയും ഫോർമാലിറ്റി ഒക്കെ വേണോ? ഇതെന്റെയും കൂടെ കുടുംബമല്ലേ. അപ്പൊ മഞ്ജുവിനെ മോളെയും കൂടി സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? എന്നാലും അവർക്ക് വേണ്ടി അഭയെ എതിർത്ത് അവനെ കൊല്ലാൻ പോലും നീ തയ്യാറായില്ലേ? അതൊരു ചെറിയ കാര്യമല്ല. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാന്ന് പറഞ്ഞ അതൊരു ചെറിയ കാര്യമല്ല. അത് ചെറുതായിട്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാക്കും. എനിക്കങ്ങനെ കുറ്റബോധമൊന്നുമില്ല. പിന്നെ മരിച്ചത് ഒരു മാലാഖയൊന്നും അല്ലല്ലോ. എന്റെ അച്ഛനെ കൊന്ന ആളല്ലേ. ഒരു തരത്തിൽ അഭിയന്റെ കൈകൊണ്ട് മരിച്ചതിൽ ഒരു കാവ്യനീതിയുണ്ട്. ഞാൻ വെക്കട്ടെ, എന്നെ ഡോക്ടർ വിളിക്കുന്നുണ്ട്. ശരി ഗിരിയേട്ടാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗിരിയേട്ടൻ ഇപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യാൻ നാണമില്ലേ? മഹിമേ, അവന്റെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവന്റെ ഭാര്യയും കുഞ്ഞിനെയും കത്തിമുനയുടെ മുന്നിൽ നിന്ന് അവളെ രക്ഷിച്ചത്. സ്വാഭാവികമായിട്ടും അവളോട് ഗിരിക്ക് നന്ദി തോന്നില്ലേ? ഈ കാണിക്കുന്നതേ നന്ദിയൊന്നുമല്ല. മതി. എന്തിനാ മഹിമ അവരെ പറ്റി സംസാരിക്കുന്നേ? ഗിരിയേട്ടൻ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാനുള്ള ഒരവകാശവും നമുക്കില്ല.
വെറുതെ അവരെ പറ്റി സംസാരിച്ച് നമ്മൾ വെറുതെ സമയം കളയണ്ട. ചേച്ചിയുടെ മുന്നിൽ വെച്ച് ഗിരിയേട്ടൻ പ്രീതിയെ പുകഴ്ത്തി സംസാരിക്കുമ്പോ ചേച്ചിക്ക് ദേഷ്യം വരുന്നില്ലേ? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല. ഞാൻ ചിന്തിക്കുന്നത് ഒറ്റ കാര്യം മാത്രം. അഭി അമ്മയുടെ മുറിയിലേക്ക് വരുന്ന വഴി പ്രീതി ഉണ്ടായിരുന്നല്ലോ. പിന്നെന്താ അവൻ അവളെ ഒന്നും ചെയ്യാത്തെ? അവളെ അഭി കണ്ടു കാണില്ല. അതൊരു സാധ്യതയാണ്. ഇല്ലെങ്കിൽ അവനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയത് അവളായിരിക്കും. പിന്നെന്തിനാ അവള് തന്നെ അഭിയെ കൊന്നത്? ഗിരിയേട്ടൻ തിരിച്ചു വന്നതുകൊണ്ടായിക്കൂടെ? അഭി സത്യമെല്ലാം ഗിരിയേട്ടനോട് പറയൂന്നുള്ള പേടിയുണ്ട്. അവൾ അവനെ കൊന്നതാണെങ്കിലോ? എന്നാലും പകരം ചോദിക്കാൻ പ്രീതി അവളുടെ അച്ഛനെ കൊന്നാളെ കൂട്ടിപ്പിടിക്കുമോ? അതും അബിയെ പോലൊരു സൈക്കോപാത്തിനെ? അറിയില്ല. പോലീസുകാരെല്ലാം പോയി. എന്തല്ലേ, ഒരാളെ കൊന്ന ഇത്രേ ഉള്ളൂ. ഇക്കാര്യത്തിൽ എന്റെ ഭാഗത്തൊരു ന്യായമില്ലേ അമ്മേ? എന്റെ അച്ഛനെ കൊന്നവനെ എനിക്കങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? എത്ര ദുഷ്ടനാണെങ്കിലും എന്റെ അച്ഛനല്ലേ. ഞാനൊരു പെണ്ണായതുകൊണ്ട് പ്രതികരിക്കില്ല എന്ന് അവൻ കരുതി കാണും. ആ തെറ്റിന് അവന്റെ ജീവന്റെ വില കൊടുക്കേണ്ടി വരുമെന്ന് അവൻ കണക്കുകൂട്ടി കാണില്ല. സത്യം പറഞ്ഞാൽ എന്റെ പ്ലാൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. അഭിയെ വിളിച്ച് വീട്ടിൽ കയറ്റി മഞ്ജുവിനോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാൻ തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. മഞ്ജുവിനെയും പ്രതീക്ഷ അവൻ കൊന്നു കഴിയുമ്പോ ഞാൻ അവനെ കൊല്ലണം. അപ്പൊ ഗിരിയേട്ടന്റെ മുന്നിൽ ഞാൻ ഇതുപോലെ വലിയ ആളാവുകയും ചെയ്യും. മഞ്ജുവും പ്രതീക്ഷയും എനിക്കൊരു ഭീഷണിയാവുകയില്ല. ഞാനെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചതാ. പക്ഷെ കൃത്യസമയത്ത് ഗിരിയേട്ടൻ വന്നു. ഗിരിയേട്ടൻ എന്തായാലും മഞ്ജുവിനെ രക്ഷിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് ഞാൻ എടുത്തു. എന്തായാലും അവര് കാരണം എനിക്ക് ഗിരിയേട്ടന്റെ മനസ്സിലുള്ള സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാൻ പറ്റി. എന്നെ ഇപ്പൊ കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷെ എന്ത് ചെയ്യാ, നിസ്സഹായായിട്ടിരിക്കാനല്ലേ അമ്മയ്ക്ക് കഴിയൂ. ഇതാണ് ശത്രുക്കളെ തിരഞ്ഞെടുക്കുമ്പോ നന്നായി ആലോചിക്കണമെന്ന് പറയുന്നത്. മഞ്ജുവിന് പകരം എന്റെ ഭാഗത്ത് നിന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവോ? ഞാൻ അമ്മയെ നല്ല പൊന്നുപോലെ നോക്കിയേനെ. അല്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ നോക്കുന്നത്. അമ്മയ്ക്കിനി അനങ്ങാൻ പറ്റുമെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. മഞ്ജുവിന്റെ കൈ പിടിച്ചപ്പോ എന്നെ അമ്മ നന്നായിട്ടൊന്ന് പേടിപ്പിച്ചു. പക്ഷെ ഇന്ന് കൺമുന്നിൽ പ്രതീക്ഷ അഭി കൊല്ലാൻ നോക്കിയിട്ടും അമ്മ അനങ്ങാതെ കിടന്നപ്പോ എനിക്കുറപ്പായി